മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ സഹോദരൻ ലഹരി പരിശോധനയ്ക്കിടെ പിടിയിലായ പി.കെ. ബുജൈറിന് ജാമ്യമില്ല. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്താണ് വിവരങ്ങൾ? വിഷ്ണു, ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി.കെ. ഫിറോസിന്റെ അനിയൻ പി.കെ. ബുജൈറാണ് കഴിഞ്ഞ ദിവസം ലഹരി കടത്തിയതിനും അതുപോലെ തന്നെ പോലീസിനെ ആക്രമിച്ച കേസിലും കുന്നമംഗലം പോലീസിന്റെ പിടിയിലായത്. ഈ കേസിലാണ് പി.കെ. ബുജൈർ കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബുജൈറിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അതായത് ഈ സംഭവവുമായി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പി.കെ. ഫിറോസിന്റെ അനിയൻ പി.കെ. ബുജൈറിന് ജാമ്യമില്ല എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല, പോലീസുകാരെ ആക്രമിച്ചതിനും അതുപോലെ തന്നെ ലഹരി കടത്തിയതിനുമായിരുന്നു പി.കെ. ബുജൈറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഈ ലഹരി പരിശോധനയ്ക്കിടെ ആയിരുന്നു ഈ ബുജൈർ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാളിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നതിന് ഉള്ള ചില വസ്തുക്കൾ മറ്റുമൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ആ കുന്നമംഗലം പ്രദേശത്ത് വലിയ രീതിയിൽ ലഹരി കടത്ത് സംഘവുമായി ബന്ധമുള്ള ആളാണ് പി.കെ. ബുജൈർ എന്നും മാത്രമല്ല സ്കൂളും കോളേജും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുകയാണ് ബുജൈറിന്റെ ലക്ഷ്യമെന്നും കുന്നമംഗലം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പി.കെ. ബുജൈറിന്റെ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല, പി.കെ. ബുജൈറിനോട് സംബന്ധിച്ച് ഇത്തരത്തിൽ വലിയൊരു ലഹരി സംഘം ഉണ്ട് എന്നുകൂടി കുന്നമംഗലം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പി.കെ. ബുജൈറിന് കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. വിഷ്ണു, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.